ഓം ശാന്തി. ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ അനുഭവിക്കുന്നവർക്ക് അഥവാ തൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ പലപ്പോഴും പല തടസ്സങ്ങളിൽ കിടക്കുന്ന ആളുകളുടെ അടുത്ത് എന്തുകൊണ്ട് നമുക്ക് ജയിക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടി ഒരുപാട് പരാതികളും വിഷമങ്ങളും ഉണ്ടാവും. അതിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മറ്റാളുകൾ, സാഹചര്യങ്ങൾ, ഇതിനെയൊക്കെയാണ് എല്ലാവരും തൻ്റെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ ആധാരമായി കണക്കാക്കാറ്. പക്ഷേ വാസ്തവത്തിൽ മറ്റൊരാൾക്കും നമ്മളെ തോൽപ്പിക്കാനും സാധ്യമല്ല, മറ്റൊരാൾക്ക് നമ്മളെ ജയിപ്പിക്കാനും സാധ്യമല്ല. നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി ഈശ്വരൻ ഒരു വിശേഷമായ വരദാനം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ വിശേഷതേനെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പരാജിതരായി മാറുന്നത്. എന്താണ് ആ വിശേഷത എന്നല്ലേ? പവർ ഓഫ് ഒബ്സർവേഷൻ, നിരീക്ഷണത്തിന് വേണ്ടതായിരിക്കുന്ന ശക്തി. അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നുണ്ട്, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെ സാധിക്കില്ല എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ അവരുടെ പെരുമാറ്റം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇവരുടെ പെരുമാറ്റം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഞാൻ എന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത എന്താണ്, അതിലൂടെ ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന ബ്ലോക്ക് എന്തെന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. സാഹചര്യങ്ങൾ പലതായിരിക്കാം, വ്യക്തികൾ പല രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് നിരീക്ഷിക്കാനുള്ളതായിരിക്കുന്ന ശക്തി കുറവ് കൊണ്ടാണ് നമ്മൾ തോറ്റുപോകുന്നത്. അല്ലാതെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് തടയാനും ആർക്കും ആവില്ല, ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുതരാനും ആർക്കും സാധ്യമല്ല. അഥവാ നമ്മുടെ ഉള്ളിൽ നിന്ന് എൻ്റെ ആത്മനിരീക്ഷണത്തിലോടുകൂടി, ആത്മപരിശോധനയോടുകൂടി ഞാൻ എൻ്റെ ഉള്ളിൽ വരുത്തേണ്ടതായിരിക്കുന്ന മാറ്റം വരുത്തുന്നുണ്ട് എങ്കിൽ അവരെയും ഇവരെയും കാണുന്നതിന് പകരം ഓക്കെ അവരെന്നോട് മോശമായി പെരുമാറുന്നുണ്ടാവാം, മേ ബി ഏതെങ്കിലും ജന്മത്തിൻ്റെ കർമ്മക്കണക്കുകളല്ലേ, എല്ലാവരും കർമ്മക്കണക്കുകൾ തീർക്കാൻ വേണ്ടി ഒത്തുചേർന്ന ലോകമാണല്ലോ കലിയുഗം. അതുകൊണ്ട് തന്നെ നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്തയായിരിക്കുന്ന പല രീതിയിലുള്ളതായിരിക്കും റെസ്പോൺസ് പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കാം. പക്ഷേ ആ റെസ്പോൺസ് ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് അത് എൻ്റെ ചോയ്സാണ്. ഞാൻ എന്നെ എങ്ങനെ കാണണം എന്നത് എൻ്റെ ചോയ്സാണ്. അപ്പം എൻ്റെ ചോയ്സിൻ്റെ ഉള്ളിൽ ഞാൻ എന്നെ എങ്ങനെ കാണുന്നു, എന്നെ ഞാൻ എങ്ങനെ നിരീക്ഷിക്കുന്നു. ഓക്കെ, ചൂടാണ്, സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ, പ്രകൃതി എന്നോടത്ത് നോക്കി നോക്കിയേ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓഫീസിൽ എനിക്ക് പോയേ പറ്റുള്ളൂ. നല്ല മഴ തോർന്നിട്ട് ഓഫീസിൽ പോകാമെന്ന് നമ്മൾ കാത്തിരിക്കാറില്ല. അതിനുവേണ്ടി ഒന്നുകിൽ റെയിൻകോട്ട് അല്ലെങ്കിൽ കുട എടുക്കുന്നു, നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു. ആ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്നതായിട്ടുള്ള നമ്മൾ കർത്തവ്യം ചെയ്യാറുണ്ട്. നല്ല വേനൽക്കാലത്ത് കത്തിക്കാളുന്നതായിട്ടുള്ള ചൂടാണ്, അതുകൊണ്ട് അതനുസരിച്ചതായിട്ടുള്ള വെള്ളം കുടിച്ചുകൊണ്ട് മുന്നോട്ടതായിരിക്കുന്ന യാത്രയിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും ഡ്രൈ ക്ലൈമറ്റുള്ളതായിരിക്കുന്ന നാടുകളിൽ, ഡൽഹിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ അഹമ്മദാബാദിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ദാഹിച്ചിട്ടുണ്ടോ ദാഹിച്ചിട്ടില്ലേന്ന് പോലും നോക്കാറില്ല. നമുക്കറിയാം ഇവിടെ ചൂടാണ്, ഡ്രൈ ക്ലൈമറ്റാണ്, വിയർക്കില്ല, പകരം ആവിയായി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് കണക്കാക്കിക്കൊണ്ട് ആ വെള്ളം കുടിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നോക്കുന്നു. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയെ നമ്മൾ ഈ രീതിയിൽ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകൃതിയുടെ മറ്റൊരു ഭാവമാണ് മറ്റു വ്യക്തികളും സാഹചര്യങ്ങളും. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് അവർ ആ കാര്യം ചെയ്തിട്ടില്ല പോട്ടെ, ആ സമയത്ത് ഞാൻ എന്ത് രീതിയിൽ അതിനെ അതിജീവിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കാര്യത്തെ നമ്മുടെ കർമ്മത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനുവേണ്ടി പവർ ഓഫ് ഒബ്സർവേഷൻ, നിരീക്ഷണം എൻ്റെ നേരെ നടത്തുമ്പോൾ ഓക്കെ അവരത് ചെയ്യുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി. പക്ഷേ ആ സമയത്ത് ഞാൻ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള സ്റ്റെപ്പ് വെക്കണോ ആ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണത്തിൻ്റെ ശക്തിയെ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അവർക്കും ഇവർക്കും വേണ്ടി നമ്മൾ ചിന്തിക്കുന്നു. അതേസമയം നമ്മുടെ ഉള്ളിലേക്ക് അവരെല്ലാം ഉണ്ടാക്കി വെച്ചതായിരിക്കുന്ന ഇമേജിലൂടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളല്ലാതായി തീരുന്നു. നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരുടെ ചിന്തകളായിട്ട് മാറുന്നു. പലപ്പോഴും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പോലും മറ്റുള്ളവരുടെ ഡിറ്റോ ആയിട്ട് നമ്മൾ മാറാൻ തുടങ്ങും. നമ്മളല്ലാതായി മാറുന്നതോടുകൂടി വിജയം എന്നത് നമുക്കല്ലാതായി മാറുന്നു, മറ്റാർക്കോ വിധിക്കപ്പെട്ട ഒരു വസ്തുവായിട്ട് മാറുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ നിരീക്ഷിക്കേണ്ടത് നമ്മളെയാണ്. എന്ത് സാഹചര്യം എങ്ങനെ വേണമെങ്കിൽ മാറി മറിഞ്ഞേക്കാം. എങ്ങനെയാണോ ചൂടും വെളിച്ചവും കാറ്റും മഞ്ഞും മഴയും എല്ലാം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്, അതേ ഗുണം ഈ പ്രകൃതിയിലത്തെ എല്ലാ വസ്തുക്കളും കാണിക്കാതിരിക്കില്ല. പല വ്യക്തികളിൽ നിന്നും പലപ്പോഴും നമുക്ക് സപ്പോർട്ട് കിട്ടാം, പലപ്പോഴും നമുക്ക് എതിർപ്പുണ്ടായിരിക്കാം, പലപ്പോഴും നമ്മളോട് സ്നേഹം തോന്നി അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുമായിരിക്കും, ദേഷ്യം തോന്നിയാൽ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുകയായിരിക്കാം. എന്തും സംഭവിക്കാം ലൈഫിൻ്റെ ഉള്ളിൽ. ഒരു ഓഫീസിലുള്ള ചില കാലഘട്ടങ്ങളിൽ ചില ഓഫീസിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എല്ലാവർക്കും നമ്മൾ വേണ്ടപ്പെട്ടവരായിരിക്കാം. ചില സമയത്ത്
എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത എല്ലാത്തിനെയും മറന്നുകൊണ്ട് നിങ്ങൾ ഒന്നുമല്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. ജീവിതത്തിലെ കാറ്റും മഞ്ഞും മഴയും വേനലും വെയിലും അത് മാറി മറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവും പോലെ ഈ മനസ്സിൻ്റെ അന്തരീക്ഷത്തിനുള്ളതായിരിക്കുന്ന പ്രകൃതിക്കനുസരിച്ച് കൂടി എന്നും നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസം ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ ഞാൻ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം എന്താണ്? ഇപ്പം എൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സങ്കല്പം എന്താണ്? എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ചിന്ത എന്താണ്? സ്വയം ഈശ്വരൻ തന്ന ഗിഫ്റ്റിനെ അവനവന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊന്നും നമ്മളെ പ്രഭാവം ചെലുത്താത്ത രീതിയിൽ നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം മറ്റുള്ളവരെ കാണാൻ വേണ്ടി നമ്മുടെ കണ്ണ് എക്സ്പേർട്ടായി മാറുന്നതോട് കൂടിയിട്ട് നിരീക്ഷണം മറ്റുള്ളവരെയായി മാറുന്നതോട് കൂടിക്കൊണ്ട് സ്വയം നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ യഥാർത്ഥമായിരിക്കുന്ന വികാസം, എൻ്റെ മനസ്സിനുണ്ടാവുന്നതായിട്ടുള്ള പോസിറ്റീവായിരിക്കുന്ന തോട്ട്സിൻ്റെ പ്രവാഹം, എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നതായിട്ടുള്ള എനർജി, അതാണ് എന്നിലേക്ക് വേണ്ട സാധനത്തിന് ആകർഷിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ പോസിറ്റിവിറ്റി നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസാണ്. ഒരാളെപ്പോലെ മറ്റൊരാളെ നിങ്ങൾക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കില്ല. എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള ചിന്താധാര ഉണ്ടായിരിക്കും, അവനവൻ്റെതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, അവനവൻ്റെതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അവരുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്തതായിരിക്കുന്ന ഒരു വായുമണ്ഡലത്തിലാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വായുമണ്ഡലം സൃഷ്ടിക്കണം. അല്ലാതെ മറ്റൊരാളുടെ വായുമണ്ഡലം എന്നിൽ പ്രഭാവം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ അവരുടെ മുന്നിൽ അടിയറ വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് മറ്റു സ്ഥലത്തേക്കും ഉപയോഗിക്കാതെ നമ്മൾ തന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ദിവസവും കുറച്ച് സമയമെടുക്കുക. ഇപ്പോൾ ഈ നിമിഷം കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ണടച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെല്ലാ സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധേനെ മാറ്റിക്കൊണ്ട് ഒരു 15 മിനിറ്റ് സമയം നിങ്ങൾക്കൊപ്പം ഇരുന്ന് നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ഈ നിമിഷം ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പുറകിലേക്കൊന്നൊരു ദൃശ്യം കാണും പോലെ, ഒരു സിനിമയിൽ ഒരു ടി വിയിൽ സ്ക്രീൻ കാണും പോലെ, അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ സ്ക്രീനിൽ നിങ്ങൾ ദൃശ്യം കാണും പോലെ ജീവിതത്തിൻ്റെ ആ ദൃശ്യങ്ങളെ കടത്തി വിട്ട് നോക്കിയാൽ നമുക്ക് കാണാം ആ സമയത്ത് അവരെന്നിൽ പ്രഭാവം ഉണ്ടാക്കി, ഈ സമയത്ത് ഇവരിൽ എന്നിൽ പ്രഭാവം ഉണ്ടാക്കി. അന്ന് എൻ്റെ സ്വപ്നം ഞാൻ ഈ രീതിയിൽ മാറ്റിവെച്ചു, ഇന്ന് എൻ്റെ സ്വപ്നം ഞാൻ ഈ രീതിയിൽ മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെക്കപ്പെട്ടുകൊണ്ട് നമ്മളെ സ്വയം നമ്മൾ നിരീക്ഷിക്കാതെ മറ്റുള്ളവരുടെ ആ ഒരു നിയന്ത്രണത്തിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ, മറ്റുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഊർജ്ജം നമ്മളിലേക്ക് ഒഴുകി വന്ന് ഞാൻ അതായി മാറിയതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ മാറിപ്പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള തുല്യ അധികാരമുണ്ട്. എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള വിചാരധാരകളെ കൊണ്ട് നടക്കാനുള്ളതായിരിക്കുന്ന അധികാരമുണ്ട്. എല്ലാവർക്കും സ്വന്തം കർമ്മങ്ങളെ തിരഞ്ഞെടുക്കാനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ കർമ്മഫലം അനുഭവിക്കാനുള്ളതായിരിക്കുന്ന അതിൻ്റെ ബാധ്യതയും അവർക്കുണ്ട്. അതുകൊണ്ട് സ്വന്തം കർമ്മം തിരഞ്ഞെടുക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യവും ബാധ്യതയും അത് നമുക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ആരാണോ സ്വയം അവനവനെ നിരീക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്, എല്ലാ സാഹചര്യങ്ങളും നിൽക്കാതെ സ്വയം നമ്മളെ കാണുന്നത്, നമ്മുടെ എനർജി ഫീൽഡ് തന്നെത്താൻ ഡെവലപ്പ് ആവാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മാറ്റങ്ങൾ അറിയാതെ വരാൻ തുടങ്ങും. നിങ്ങൾക്കറിയാലോ, ഒരു വീട്ടിലേക്ക് ആരെങ്കിലും അറിയാതെ കയറി വരണമെന്ന് വിചാരിച്ചാൽ നമ്മൾ നോക്കുന്നുണ്ട്, ആരോ കയറി വരാൻ നോക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളതിനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടാൽ ആ അപരിചിതൻ കയറി വരാതെ അവർ ലക്ഷ്യം നടപ്പാക്കാൻ പറ്റാതെ പോവാറുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും മറ്റുള്ളവരുടെ സങ്കല്പധാരയുടെ പ്രവാഹം ഒഴുകി വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഒബ്സർവേഷനിലുണ്ട്, നിങ്ങൾ അവിടെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ സ്വയം അവനവനെ നോക്കുന്നുണ്ട്, ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ എന്തെന്ന് കാണുന്നുണ്ട്, വായിക്കുന്നത് എന്തെന്ന് അറിയുന്നുണ്ട്, കേൾക്കുന്നത് എന്തെന്ന് അറിയുന്നുണ്ട്, ഉള്ളിൽ പോകുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിങ്ങൾ അവെയറാണ് എന്ന ബോധ്യം ഉണ്ടാവുമ്പോൾ വേണ്ടാത്തതായിരിക്കുന്ന സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നിൽക്കും. അവിടെ നമുക്ക് വേണ്ട കാര്യത്തിന് പ്ലാൻ ചെയ്യാനുള്ളതായിരിക്കുന്ന സമയം കിട്ടും. നമുക്ക് നമ്മളെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടതായിരിക്കുന്ന സമയം നമുക്ക് അവൈലബിൾ ആവും. ആ ഊർജ്ജം നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. ആ പ്ലാനിങ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യാൻ തുടങ്ങും. അതിനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എല്ലാ വഴികളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നല്ലൊരു ഡ്രൈവർ ആണെങ്കിൽ അവർ കാർ ഓടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്പുറത്തിപ്പുറത്ത് എല്ലാ വണ്ടികളുണ്ടെങ്കിലും അവരുടെ വണ്ടിക്ക് പോകാനുള്ള പാത്തുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കൃത്യമായി കറക്റ്റായിട്ട് വണ്ടി കടന്നു പോകാനുള്ള സ്ഥലമാണെങ്കിൽ പോലും എവിടെയും തട്ടാതെ കൊണ്ടുപോകാൻ എക്സ്പേർട്ട് ഡ്രൈവേഴ്സിന് സാധിക്കാറുണ്ട്. ഈ ജീവിതയാത്രയും അങ്ങനെ തന്നെയാണ്. എന്നിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ, എൻ്റെ യാത്രയിലും എൻ്റെ ശക്തിയിലും എനിക്ക് കഴിയുമെങ്കിൽ, എനിക്ക് എന്താണ് ഞാനെന്ന് എന്നെ അറിയാമെങ്കിൽ, ഈ യാത്രയിൽ മറ്റെവിടെയും തട്ടാതെ മുട്ടാതെ എല്ലാവരും അവനവൻ്റെ ലോകത്ത് ജീവിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു സ്പെഷ്യാലിറ്റി ഇത് ഭഗവാൻ നമുക്ക് തന്ന വരദാനമാണ്. അതിനെ മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ അവനവരെ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അവനവന് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതോടുകൂടി
എന്തൊരു പ്രശ്നം വരുമ്പോഴും അതിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ വരാൻ തുടങ്ങും. മറ്റൊരാൾക്ക് ഉപദേശിക്കുന്നതിനേക്കാൾ അപ്പുറം എൻ്റെ ഉള്ളിലൊരു പ്രശ്നം വരുമ്പോൾ, എൻ്റെ ലൈഫിലൊരു പ്രോബ്ലം വരുമ്പോൾ എന്ത് ഞാൻ ചെയ്യണം എന്ന ചിന്തയ്ക്ക് ഉപരിയായിക്കൊണ്ട് ഇങ്ങനെ ചെയ്താലാവില്ലേ എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് വളർത്തിയെടുക്കാൻ നമുക്ക് ഈ ആത്മനിരീക്ഷണം കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. ഇതൊരു നല്ല ടെക്നിക്കാണ്. നമ്മളറിയാൻ, നമ്മുടെ ശക്തി അറിയാൻ, നമ്മുടെ കഴിവിനെ അറിയാൻ, നമുക്ക് എത്രത്തോളം വികസിക്കാമോ ആ വികസനത്തിൻ്റെ എല്ലാ പാതകളെയും കുറിച്ച് അറിയാൻ എല്ലാം നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈശ്വരൻ്റെ ഈ ഒരു വരദാനത്തെ അവനവന് വേണ്ടി ഉപയോഗിക്കണം. ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി ഉപയോഗിച്ച് നോക്കൂ. പതുക്കെ മനസ്സിനൊരു ശീലം, അത് ഏത് കാര്യം നിരന്തരമായി ചെയ്യാൻ തുടങ്ങുന്നു അത് സ്വന്തമാക്കുമെന്നതാണ്. ആത്മനിരീക്ഷണം നിരന്തരമായി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും നമുക്കുള്ള ഗിഫ്റ്റാണ്, അത് നമുക്കുള്ള സക്സസ് ആണ്. അവിടെ നിങ്ങളുടെ യാത്ര എന്നെ തടയാൻ ആർക്കും സാധ്യമല്ല. നമ്മളെ മാറ്റാൻ നമുക്ക് ഈസിയായി മാറും. എല്ലാവരും പറയും നമ്മളെ മാറ്റാനാണ് നമുക്ക് പ്രയാസമെന്ന്. പക്ഷേ ആത്മനിരീക്ഷണം നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിലെ പരിവർത്തനമാണ് എനിക്ക് ഏറ്റവും എളുപ്പം എന്ന് ചിന്തിക്കാനും മാറാനും സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.